ഇന്ന് ഞാൻ പീനട്ട് ബട്ടർ സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പീനട്ട് ബട്ടർ തയ്യാറാക്കിയെടുക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ല ഹെൽത്തിയുമാണ്. അതിനായിട്ട് ഞാൻ 1 കപ്പ് കപ്പലണ്ടി വറുത്തത് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ്. അതിനുശേഷം നമുക്ക് ഒരു ജാർ എടുത്തിട്ട് ആ ജാറിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര ഒരു 3 or 4 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്മൂത്തിയും കൂടി തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 പേരക്ക ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കണം. കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുത്തത്. ഇനി ഇത് നമുക്കൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചോക്ലേറ്റും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.